Mallus Cafe ഞാൻ ശ്രദ്ധ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കോഫ്ത കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെജ് കോഫ്ത കറി. ഇത് തികച്ചും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, പഞ്ചാബി ഡിഷാണ് മെയിനായിട്ട്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ വെജ് കോഫ്ത കറി റെഡിയാക്കാം എന്നുള്ളത് നോക്കാം. ഇത് നോൺ വെജായിട്ടും വെജായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെജ് കോഫ്ത കറിയാണ്. മുന്നോട്ടുള്ള റെസിപ്പികളിൽ ഞാൻ നോൺ വെജ് ഉപയോഗിച്ചിട്ടും എങ്ങനെ അത് കുക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോയിട്ട് അത് കുക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ റെഡി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് വെജ് കോഫ്ത കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റിൽ ഞാനൊരു 4 പൊട്ടറ്റോ ഇവിടെ പുഴുങ്ങിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് കുക്കറിൽ ഇട്ടിട്ട് ഒരു 3 വിസിൽ കൊടുത്ത ശേഷം പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. പിന്നീട് വേണ്ടുന്നത് മീഡിയം 2 സവാള വേണം. അതും ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തതാണ്. ചെറിയ സവാള ആയത് കാരണം ഞാൻ 2 സവാള എടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടുന്നത് നമ്മൾ എടുത്ത ഉള്ളിക്ക് ഡബിൾ ക്വാണ്ടിറ്റിയിൽ തക്കാളിക്ക വേണം. അപ്പോൾ ഒരു 3 തക്കാളിക്ക വലുത് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള പച്ചമുളക് 4ഓ 5ഓ പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ നൈസായിട്ട് അരിയുക. പിന്നീട് ഒരു 200 ഗ്രാം പനീർ ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. പിന്നീട് വേണ്ടുന്ന ഒരു ചെറിയ ക്യാരറ്റ്, ഒരു കുഞ്ഞു ക്യാരറ്റ് എടുത്തിട്ട് അതും ഇതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞത് യൂസ് ചെയ്യാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് കോഫ്തയ്ക്ക് വേണ്ടി വേണ്ടുന്നത്. ഇനിയും വേണ്ടുന്നത് ഇതിൻ്റെ മസാല റെഡിയാക്കാനുള്ള ഐറ്റംസ് ആണ്. അതിന് ഫസ്റ്റിൽ ഞാൻ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കുറച്ചേറെ ബട്ടർ വേണം. പിന്നീട് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10-15 കശുവണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടുന്നത് കസൂരി മേത്തിയാണ്, 1 ടേബിൾ സ്പൂൺ. കസൂരി മേത്തി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. പിന്നീട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി എടുത്തതാണ്. പിന്നീട് ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി വേണം. അതുപോലെ എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉണ്ട്. അതുപോലെ തന്നെ മല്ലിയില ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ഇതുപോലൊരു കടായി ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. അങ്ങനെ എണ്ണ നല്ലതുപോലെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് നല്ലതുപോലെ മെൽറ്റ് ആവണം. നല്ലതുപോലെ മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബട്ടറൊക്കെ നല്ലതുപോലെ എണ്ണയിലൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു, ഏലക്ക, പട്ട, ഇത് ഇത്രയും സാധനങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പട്ടയും ഗ്രാമ്പും ഒക്കെ നല്ലതുപോലെ ബട്ടറിലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. 2 മീഡിയം സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവത്തക്ക രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഹാഫ് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറിൽ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞു വെച്ചിരുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയുണ്ട്, അതുപോലെ എരിവുള്ള മുളക് പൊടിയുണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ജീരകപ്പൊടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയുടെ ഒരു പച്ചമണം മാറും വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം വേണം ഇതുപോലെ മസാലയൊക്കെ ഇട്ട ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ ഇവിടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന 10-15 കശുവണ്ടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇത് ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഹാഫ് ബോയിലായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ച ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ച് ഇതൊക്കെ ഉള്ളിയും തക്കാളിക്കും എല്ലാം ഒന്നൊരു പകുതി വേവാവും വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മസാല അവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ കോഫ്തയ്ക്കുള്ള ബോൾസ് റെഡിയാക്കാം. ഫസ്റ്റിൽ ഈ പൊട്ടറ്റോ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ പൊട്ടറ്റോ ഒക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത പനീർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഞാൻ നൈസായിട്ട് അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എന്താ പറയണേ, വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഓൾറെഡി നമ്മുടെ പൊട്ടറ്റോയ്ക്ക് ഒരു ചെറിയൊരു ഈർപ്പം ഉള്ളത് കാരണം അതിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കുക. വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളകിൻ്റെ ആ എരിവൊക്കെ ഇതിൽ ഇറങ്ങത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. അതും കൂടി ഇട്ട ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ചപ്പാത്തി മാവ് രൂപത്തിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് വെള്ളം ചേർക്കരുത്. ഓൾറെഡി ഈർപ്പം ഉണ്ട്, പൊട്ടറ്റോയുടെ ഒരു ഈർപ്പം ഉള്ളത് കാരണം ആ ഒരു ഈർപ്പത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. വെള്ളം ഒട്ടും ചേർക്കരുത്. ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ പൊട്ടറ്റോയും പനീറും ക്യാരറ്റും എല്ലാം കൂടി നല്ലതുപോലെ കുഴച്ച് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. തക്കാളിക്ക് ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ ഇത് തണുത്ത് കിട്ടണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. മസാല അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ബോൾസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ കയ്യിൽ എണ്ണയും വെള്ളവും ഒന്നും പുരട്ടിയിട്ടില്ല. അല്ലാതെ തന്നെ നമുക്കിത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. കോഫ്ത കറിക്ക് വേണ്ടുന്ന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാനിവിടെ ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ടിഫിൻ ബോക്സിലാക്കിയ ശേഷം നമുക്കിതൊരു 1 വീക്കോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഉണ്ടാക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ശേഷം നമുക്കിത് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/2 പോർഷൻ ഞാൻ മാറ്റി വെക്കുകയാണ്. ബാക്കി നമുക്ക് എണ്ണയിൽ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കോഫ്ത കറിയുടെ ബോൾസ് ഫ്രൈ ആക്കാൻ വേണ്ടി ഞാനിവിടെ കടായിൽ കുറച്ചേറെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലതുപോലെ ഇവിടെ ചൂടായിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോഫ്ത ഫസ്റ്റിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം ഗ്യാസ് വെക്കേണ്ടത്. എന്നാലേ അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരത്തുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അത് കാരണം ഒരു ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മാത്രം ഗ്യാസ് വെക്കുക. അതിനുശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോഫ്തയുടെ ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ തക്കാളിക്ക് ഉള്ളിയൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സറിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഉള്ളിയും ഗ്രാമ്പും തക്കാളിക്ക് എല്ലാം നല്ലതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതല്ല, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ആദ്യം മസാല റെഡിയാക്കി ആ സെയിം കടായി തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഈ ഒരു പേസ്റ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നല്ലതുപോലെ കുറുകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ആക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് കുറുകിയിരിക്കുകയില്ല ഈ കറി. ഒരു മീഡിയം രീതിയിലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1.5 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സറിൻ്റെ ജാറിൽ നമ്മൾ അരച്ചതിൻ്റെ കുറച്ച് പേസ്റ്റ് ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കേണ്ടത്, ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിനൊരു ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതുവരെയായിട്ട് നമ്മൾ ഗ്രേവിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒരു തിള വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കോഫ്തയ്ക്ക് വേണ്ടുന്ന ബോൾസിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കിലാക്കിയതിന് ശേഷം മാത്രം വേണം ഗ്രേവിയിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പം ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂണ് അളവിൽ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന കസൂരി മേത്തി അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് കൈയും കൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നമ്മുടെ കോഫ്ത കറിക്ക് വേണ്ടുന്ന ബോൾസ് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊരു ഇതേ കണ്ടില്ലേ, ഈ ഒരു ബ്രൗൺ കളറിൽ വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ കോഫ്ത കറി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനിത് ഒരു ചെറിയ 3-4 ബോൾസ് എടുത്ത് ഈ സെർവിങ് ഡിഷിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചൂട് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയിലേക്ക് ഡയറക്റ്റ് ഞാൻ ബോൾസ് ഇടാഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ചൂട് ഗ്രേവിയിൽ ഇട്ട് കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം സെർവിങ് ബൗളിൽ ആദ്യം ബോൾസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രേവി ഒഴിക്കുക. അങ്ങനെ ഗ്രേവിയൊക്കെ ഒഴിച്ച് ഞാൻ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് ക്രീമും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നല്ല ചൂട് നാൻ, റൊട്ടി, നാന്, അതുപോലെ ബട്ടർ നാൻ, അതുപോലെ ജീര റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഏവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു സോ മച്ച്.